ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. യാക്കോബ് ശ്ലീഹ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വിശ്വാസം ഉണ്ടെങ്കിലും പ്രവൃത്തിയില്ല എങ്കിൽ അത് നിർജീവമാണെന്നുള്ള ഒരു വലിയ സത്യം കൂടുതൽ ശക്തമായി പറഞ്ഞിട്ടുള്ളത് യാക്കോബ് ശ്ലീഹയാണ്. മുമ്പ് നമ്മൾ കണ്ടു പൗലോസ് ശ്ലീഹ വിശ്വാസം അതാണ് നമ്മുടെ രക്ഷയ്ക്കൊരു മുഖാന്തരമായി തീരുന്നത്. പക്ഷേ അതിൻ്റെ ഫലമുണ്ടാകണം. വൃക്ഷത്തെ ഫലം കൊണ്ട് അറിയുന്നുവെന്ന് നമ്മുടെ കർത്താവ് നേരത്തെ പറഞ്ഞത് ഓർക്കുക. ഇവിടെ 1 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബ് ശ്ലീഹ പറയുന്നത് 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പക്ഷപാതപരമായ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വിടുതലാണ്. അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ദൈവികമായ കൽപ്പനയുടെ വിശദീകരണമാണ് ഈ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നീ ആരാധനയ്ക്ക് വരുമ്പോൾ അവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരുവൻ വരുമ്പോഴും സാമ്പത്തിക ഭദ്രതയുള്ള ഒരുവൻ വരുമ്പോഴും അല്ലെങ്കിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചൊരുവൻ വരുമ്പോഴും ഒരു സാധാരണക്കാരൻ വരുമ്പോഴും 2 രീതിയിലുള്ള മനോഭാവം നിന്നിലുണ്ടാവരുത്. മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നീ കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവനെ നീ മനസ്സുകൊണ്ട് നിന്ദിക്കുകയും ചെയ്യുമ്പോൾ നീ ചെയ്യുന്നത് ഒരു വലിയ പാപമാണ്. ഇവിടെ ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങളുടെ പ്രസക്തിയിലല്ല ഒരുവൻ അംഗീകരിക്കപ്പെടേണ്ടത്. അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമോ അവൻ ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആഭരണങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ സാമ്പത്തികമായ സ്ഥിതിയോ അവൻ ഉപയോഗിക്കുന്ന വാഹനമോ നോക്കിയിട്ട് ഒരുവൻ കൂടുതൽ ബഹുമാനം കൊടുക്കുന്നുവെങ്കിൽ അതൊരിക്കലും ദൈവികമായ കാഴ്ചപ്പാടല്ല. എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ദൈവിക ചിന്തയുടെ പ്രസക്തി. അതുകൊണ്ട് ഇതിനു മുമ്പ് ഗലാത്യ ലേഖനത്തിലൊക്കെ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തിയ പോലെ ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. അതിൽ യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, ധനവാനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ആ മനോഭാവത്തോടുകൂടി എല്ലാവരെയും കാണുവാനും സ്നേഹിക്കുവാനും സാധിക്കണം എന്നുള്ള വലിയ ദൂതാണ് അദ്ദേഹം ഇവിടെ ഇത് നൽകുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, നമ്മൾ ഈ അധികാരമുള്ളവനെയും സമ്പത്തുള്ളവനെയും കൂടുതൽ കരുതുകയും സ്നേഹിക്കുകയും ചെയ്താൽ പലപ്പോഴും നമുക്ക് ഉപദ്രവമുണ്ടാകുന്നത് അവരിൽ നിന്നാണ്. അവരാണ് നമ്മളെ അടിമകളാക്കുകയും നമ്മളെ നിന്ദിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഒരു എളിയവൻ നമ്മളോട് അത്രയും ചെയ്യാറില്ല. അവന് നമ്മളോട് സ്നേഹവും ബഹുമാനവുമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ആ സാമ്പത്തിക ഭൗതിക സ്ഥിതി അനുസരിച്ച് ഒരുവനെ വിധിക്കാൻ പാടില്ല എന്നുള്ള ഒരു വലിയ സത്യം അദ്ദേഹം ഇതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹങ്ങളിലും ഇന്നിത് നമുക്ക് ഈ ഒരു വേറുകൃത്യം പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദേവാലയങ്ങളൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ വെടിപ്പുള്ള വസ്ത്രങ്ങൾ, വിലപിടിപ്പില്ലാത്ത വെടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരുവാൻ സഭയെ ആവശ്യപ്പെടുന്നത്. ഇതൊന്ന് സ്കൂളുകളിലൊക്കെ യൂണിഫോം എന്നൊരു രീതി നമ്മുടെ നാട്ടിൽ ക്രമീകരിച്ചതും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു വേറുകൃത്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച് വരിക, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കപ്പെടുക, സ്വീകരിക്കപ്പെടുക എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം. നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, തോളോട് തോളുണ്ടെങ്കിൽ ചങ്ങാത്തമുണ്ട്, വീട്ടിൽ ചോറുള്ളവന് വിരുന്നിന് ചോറ് ലഭിക്കുമെന്ന്. ഒപ്പത്തിനൊപ്പം ഉള്ളവരോടാണ് നമ്മളെപ്പോഴും സംസാരിക്കുകയും ഇടപെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അതുപോലെ വീട്ടിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും പ്രാപ്തിയുള്ളവനെയാണ് വിരുന്നിന് നമ്മൾ വിളിക്കുക. ഇതിനു മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വിരുന്നിൻ്റെ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ ക്ഷണിക്കപ്പെട്ടവർ പലരും വരാതിരുന്നപ്പോൾ
ഒരു യജമാനൻ തൻ്റെ ദാസന്മാരെ തെരുവീതിയിൽ അയച്ച് അവിടെ അലഞ്ഞു നടക്കുന്നവരെയും വഴിയരിയിലുള്ളവരെയും വിളിച്ചുകൊണ്ടുവരികയും അവർക്ക് ആ വിരുന്നിൽ പങ്കാളിത്തം കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ഉപമകളായി കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനി 14 മുതലുള്ള വാക്യങ്ങളിൽ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, വിശ്വാസമുണ്ടെന്ന് പറയുകയും അതിന് തക്ക പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത? അങ്ങനെയുള്ള ആ വിശ്വാസം നിർജീവമാണ്, അത് ചത്തതാണ് എന്ന് അദ്ദേഹം വളരെ ശക്തമായി ഈ ഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ ആ രീതിയിൽ അവനെ കാണുവാനും അവനെ സഹായിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതാണ്. എന്നാൽ ചില നൂതന സഭകൾ പറയുന്നുണ്ട്, പ്രവൃത്തിയല്ല കാരണം, വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്ക് കാരണമെന്ന് പറയുന്നുണ്ട്. ഒരിക്കലുമല്ല. യാക്കോബ് ശ്ലീഹ വിശ്വാസത്തെയും പ്രവൃത്തിയും ഒന്നിന് പൂരകമാണ്, ഒരു നാണയത്തിൻ്റെ ഇരുപുറം പോലെയാണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പം വിശ്വാസത്തിന് മാത്രം ഒരാളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല, വിശ്വാസിക്ക് അനുയോജ്യമായ പ്രവൃത്തി നമുക്ക് കൂടിയേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പോൾ നമ്മൾ 2 ബന്ധങ്ങളിലും നമുക്ക് ഈ പ്രവൃത്തി വേണം. ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യനോടുള്ള ബന്ധത്തിലും ഈ പ്രവൃത്തി നമുക്ക് ആവശ്യമാണ്. ദൈവത്തോടുള്ള ബന്ധം ദൈവികമായ ആ കാര്യങ്ങളിൽ ആത്മീകമായ വർധനവിന് പ്രാർത്ഥന, ഉപവാസം, ആരാധനയിലുള്ള സംബന്ധം, വിശുദ്ധ കുർബാന അനുഭവം, നേർച്ച കാഴ്ചകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ദശാംശം സമർപ്പിക്കുക, ഇതൊക്കെ, അതുപോലെ തന്നെ കൂദാശ അനുഷ്ഠാനം, അതിൻ്റെ അനുഭവം, ഇതെല്ലാം ദൈവവുമായുള്ള ബന്ധത്തിൽ ആത്മീയമായ തലത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നാൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഉള്ള പ്രവർത്തനമാണ് ദാനധർമ്മം, പരോപകാരം, അവരെ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക, അവരെ പ്രബോധിപ്പിക്കുക, മറ്റുള്ളവർക്ക് മാതൃകാപരമായ ജീവിതത്തിൽ നമ്മൾ നയിക്കുക, ഇതൊക്കെ മാനുഷിക ബന്ധത്തിൽ ഉള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ദൈവിക ബന്ധത്തിലും മാനുഷിക ബന്ധത്തിലും നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാകുന്നത്. അദ്ദേഹം ചോദിക്കുന്ന, വിശ്വാസം മാത്രമാണെങ്കിൽ ഈ ദൈവമേകനാണെന്ന് നീ വിശ്വസിക്കുന്നു, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുക മാത്രമല്ല, അവർ ദൈവത്തെ ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നീയും പിശാചും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് മാത്രമാണ് നിന്നിൽ ഉള്ളതെങ്കിൽ പിശാചിന് പ്രവൃത്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് വിശ്വാസത്തിനനുസൃതമായ ഒരു പ്രവൃത്തിയാണ്. ഉദാഹരണം പറയുന്നു, അബ്രാഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? വിശ്വാസം കൊണ്ട് മാത്രമല്ല. ഏകജാതനെ യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് പ്രവൃത്തിപരമായി അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ദൈവം വിളിച്ചപ്പോൾ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും തനിക്കുള്ളതെല്ലാം വിട്ട് അവൻ ഇറങ്ങി വരാൻ തയ്യാറാകുന്നു. ആ പ്രവൃത്തിയാണ് അബ്രാഹാം നീതീകരിക്കപ്പെടുവാൻ കാരണമായിട്ട് തീർന്നതെന്നുള്ളതാണ്. അപ്പം നമ്മളും അപ്രകാരം തന്നെ വിശ്വാസത്തിൻ്റെ തക്കതായ പ്രവൃത്തി നമ്മിൽ നിന്ന് എല്ലാ ദിവസവും ഉണ്ടാകണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വൃക്ഷത്തെ ഫലം കൊണ്ട് അറിയാമെന്ന് പറഞ്ഞാണ്. നമ്മളിപ്പോൾ ധാരാളം വൃക്ഷങ്ങൾ നമ്മൾ നട്ടുവെക്കാറുണ്ട്, ഫലം പ്രതീക്ഷിച്ച്. ഫലം ലഭിക്കുന്നില്ലെങ്കിൽ ആ വൃക്ഷം പിന്നെ കൂടുതൽ നാൾ നിൽക്കുവാൻ നമ്മൾ അനുവദിക്കുന്നില്ല, നമ്മളത് വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. ആയതുപോലെയാണ് ആത്മീയ ജീവിതവും എന്നുള്ള വലിയ സത്യം അദ്ദേഹം ഇവിടെ വെളിവാക്കുന്നു. അവസാനം പറയുന്നു, ആത്മാവില്ലാത്ത ഒരു ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും അത് മൃതമാണ്. അപ്പം അതുകൊണ്ട് ശരീരം നമ്മുടെ ശരീരം സജീവമായിരിക്കുന്നത് പോലെ നമ്മളിലുള്ള ആ ജീവൻ ഉള്ളതുകൊണ്ടും ആണ് ശരീരം സജീവമായി നിൽക്കുന്നത്. ആയതുപോലെ തന്നെ വിശ്വാസം സജീവമാകുന്നത് അതിന് തക്കതായ പ്രവൃത്തി നമ്മളുണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പ്രായോഗിക തലത്തിലുള്ള ആ കാര്യം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ആ വിശ്വാസത്തിന് അനുസരണമായ ആ പ്രവൃത്തിയോടുകൂടി ജീവിക്കാൻ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിനെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.